ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ. ഒരു കൊച്ചു വീഡിയോ ഈ പ്രഭാതത്തിൽ. എന്തേ ഇങ്ങനെ, എന്തേ ഇവിടെ ഇങ്ങനെ, അതായത് ഇവിടെ മലയാള സിനിമ പറയാനുള്ളത് തന്നെ വീണ്ടും വീണ്ടും. ഒരു ദേശം, അതായത് കേരളം. ഇവിടുത്തെ സിനിമകൾ മുൻകാലങ്ങളിൽ മദ്രാസിലായിരുന്നു നിർമ്മിച്ചത്. ഇപ്പോഴത് കൊച്ചിയിലുമായി. അന്ന് മദ്രാസിലുള്ള കാലം കോടമ്പാക്കം എന്ന് പറഞ്ഞാൽ സിനിമാ വ്യവസായത്തിൻ്റെ ജീർണിച്ച ചില സ്ഥലങ്ങളാണ് കോടമ്പാക്കം ഭാഗങ്ങൾ. അവിടെ നടിയാകാൻ വേണ്ടി ഇഷ്ടംപോലെ സ്ത്രീകൾ ചെല്ലും, പല രീതിയിലും ജീവിക്കും അല്ലേ. അങ്ങനെ കാലം കടന്നുപോയി, കൊച്ചിയിലെത്തി. നമ്മൾ വളർന്നു, സിനിമയും വളർന്നു. ചെറിയ വളർച്ചയൊന്നുമല്ല. ഓരോ കാലഘട്ടത്തിൻ്റെ ഓരോ സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മഹാത്ഭുതങ്ങൾ കാണാം. പണ്ട് കാലം ഒരു കള്ളനും പോലീസും കളി പോലെ, ഒരു എന്താ പറയുക, ഒരു കൊച്ചു ചെറിയ ചിന്തകളിൽ വരുന്ന ചില്ലറ മനുഷ്യ ജീവിതവുമായിട്ട് ചേർച്ചയില്ലാത്ത, സാമൂഹിക പ്രശ്നങ്ങളുമായിട്ട് ചേർച്ചയില്ലാത്ത സിനിമകൾ ആദ്യകാലത്ത്. അത് പിന്നെ നമ്മുടെ പ്രശസ്തനായ സംവിധായകൻ ലോറി ഓർക്കുന്നൊരു സിനിമയാണ്, ഒരു സ്പെഷ്യൽ സിനിമ ലോറി. അതുപോലെ ചെമ്മീൻ, അതിന് മുമ്പേ ഇറങ്ങിയതാണ് ചെമ്മീൻ. ഇങ്ങനെ കാലം കഴിഞ്ഞു, സിനിമ വളർന്നു, നന്നായി വളർന്നു. അത് പിന്നെ മോഹൻലാലിലെത്തി, മമ്മൂട്ടിയിലെത്തി. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അതിഗംഭീരമായ ജീവിതഗന്ധിയായ കഥകളുടെ ചിത്രീകരണവും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നാം ഉല്ലസിച്ചു മുന്നേറുമ്പോൾ ഇപ്പോഴും വന്ന സ്ത്രീ സംബന്ധമായ കാര്യങ്ങൾ, നടികൾ സംബന്ധമായ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഉറങ്ങുമായിരുന്നു? നിങ്ങൾ ഇത്രയും നാളെ ഉറങ്ങുമായിരുന്നു? ഓൺ ദ സ്പോട്ട് പ്രതികരിക്കണ്ടേ? അല്ലെങ്കിൽ ഇട്ടേച്ച് പോണ്ടേ? അല്ലാതെ എല്ലാം കഴിഞ്ഞ് എല്ലാത്തിനും വശപ്പെട്ടിട്ട് ഇപ്പോഴേ ഈ തൊള്ള തുറക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒന്ന് മനസ്സിലാക്കേണ്ടത്, സിനിമ എന്ന് പറയുന്നത് സമൂഹത്തിനും നാടിനും ആവശ്യമാണ്. ഇന്ന് സിനിമ ടാക്കീസിലേക്ക് ആൾക്കാർ കൂടുതൽ പോകുന്നില്ല എങ്കിൽ കൂടി ഫോണിലൂടെ ഇഷ്ടംപോലെ സിനിമ കണ്ടാസ്വദിക്കുന്ന ജനങ്ങളുണ്ട്. അപ്പോൾ ആ ഉന്നത ശ്രേണി ഇങ്ങനെ നശിപ്പിക്കണം? ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞും. കുറ്റവാളികൾ രണ്ടുപേരും കുറ്റവാളികളാണ്. സ്ത്രീവർഗവും പുരുഷവർഗവും കുറ്റവാളികളാണ്. ഇനിയെങ്കിലും ഇതെല്ലാം നിർത്തിക്കൂടെ? കേസും മണ്ണാങ്കട്ടയും ഒക്കെ ആയിട്ട് എന്തിനാണ് ഈ നല്ലൊരു കലാപ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരും നല്ലവരാണെന്നൊന്നും പറയുന്നില്ല. എല്ലാടിക്കും തീയും പുകയും ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അതിങ്ങനെ പോകും കാലമുള്ളിടത്തോളം കാലം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.